അവർ ടി വി 24/7 വാർത്താ അവലോകനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. UAE ജോബ് സീക്കേഴ്സ് വാണ്ട് ഓഫ് റിക്രൂട്ട്മെന്റ് സ്കാംസ്. UAEയിലെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറിറ്റൈസേഷൻ അതോറിറ്റി ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ജോബ് സീക്കേഴ്സ് ഒരിക്കലും സ്കാമിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറിറ്റൈസേഷൻ അതോറിറ്റി ഇറക്കിയിട്ടുണ്ട്. MOHREയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ജോബ് സീക്കേഴ്സിനും അതിൻ്റെ ഗൈഡ് ലൈൻസുകൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഇപ്പോൾ ഒരുപാട് ജോബ് സ്കാംസുകൾ UAE ബേസ് ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ് വോൺ ചെയ്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ അവേഴ്സ്, വർക്ക് അറ്റ് ഹോം, മറ്റ് അനവധി ആനുകൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജോബ് സീക്കേഴ്സിനെ വഞ്ചിക്കുന്നത്. അവരെ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ MOHREയുടെ ആപ്പിലൂടെ നിങ്ങളുടെ ജോബ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇവിടുത്തെ നിയമപരമായി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് നൽകുന്ന ഒരു 4 ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ MOHRE എന്ന മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറിറ്റൈസേഷൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡിലൂടെ നിങ്ങളുടെ ഓൺലൈനിൽ കൂടെ തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓഫർ ലെറ്റർ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയുടെ സ്ഥിരത മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഒരു വിസ, ഏതെങ്കിലും ഒരു സ്പോൺസേഴ്സ് എംപ്ലോയ്മെൻറ്റ് വിസയിലൂടെ ജോബ് ഓഫർ ചെയ്യാമെന്ന് ഏതെങ്കിലും ഏജൻസി നിങ്ങളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കരുത്. വിസിറ്റ് വിസയിൽ വന്ന് ജോബ് സീക്ക് ചെയ്യുന്നത് നിയമപരമായി ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം അല്ല. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ആരെങ്കിലും നിങ്ങൾക്ക് ഫീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും ഫീസ് കൊടുക്കരുത്. ഇത് നിയമപരമായി ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യം അല്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ലെജിറ്റിമസി, അപ്പോൾ പലപ്പോഴും പലരും ജോബ് സീക്കേഴ്സുകൾ ഏജൻസികൾ പല ഓഫറുകൾ തരുമെങ്കിൽ തന്നെയും ആ കമ്പനികൾ നിലവിലുള്ളതാണോ അല്ലെങ്കിൽ ദുബൈയുടെ ലൈസൻസ് ഉള്ള കമ്പനിയാണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ജോബ് സീക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾക്ക് ഈ MOHE എന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, നിങ്ങളുടെ ജോബ് സംബന്ധമായി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് 00971680268027666 എന്ന നമ്പറിലോ ask@mohere.government.aയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ജോബ് സീക്കേഴ്സും ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത്, നമ്മുടെ ഈ ഫ്ലയേഴ്സ് ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയിട്ടുണ്ട്, എല്ലാവരും യാത്ര ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടാക്സികളെയൊന്നും ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഫ്ലയേഴ്സിന് നമ്മുടെ വാഹനത്തിൽ ദുബായ് എയർപോർട്ടിൽ വന്ന് അവിടെ ഒരു 2 വീക്സ് ടൈം ഫ്രെയിമിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 വീക്സിൽ നിലവിലുള്ള ഫീസിനേക്കാളും കുറഞ്ഞ ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപ്പിലൂടെ ശ്രദ്ധിക്കാവുന്ന ഇത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ആസ് പെർ ദ ന്യൂസ് 3 ഡേയ്സിന് വെറും 100 dirhams മാത്രമാണ്, 7 ഡേയ്സിന് 200 dirhams ആണ്, 14 ഡേയ്സിന് dirhams 300 കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാറുകൾ നമ്മുടെ കാർ ദുബായ് എയർപോർട്ടിൻ്റെ ലോങ് ടേം പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുകയും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ടും സെക്യൂറായിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ആവശ്യമുള്ളവർ ഈ ഒരു അവസരം വിനിയോഗപ്പെടുത്തുക. GCCയെ സംബന്ധിക്കുന്ന മറ്റൊരു വാർത്തയാണ്, സൗദി അറേബ്യ ഗിയേഴ്സ് അപ്പ് ഫോർ സ്ട്രോങ്ങർ ഗ്രോത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു കിങ്ഡം എക്സ്പെക്റ്റഡ് ടു ഗ്രോ ബൈ 3.5% in 2025 and 4.2% in 2026. സൗദി ഇന്ന് ഒരു വളരെയധികം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കലി, കൊമേഴ്ഷ്യലി ഇറ്റ്സ് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും സൗദിയിലും ഒരു വളരെ അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. Investors they can look into this matter very seriously.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഡോക്ടർ വൈലിൽ പ്ലെഡ്ജസ് dirhams 2.5 million for families of plane crash victims. പ്ലെയിൻ എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ യാത്രക്കാർക്കും അതുപോലെ തന്നെ ആ പ്ലെയിൻ ക്രാഷ് ചെയ്ത മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ മരണപ്പെട്ടു പോയ വിദ്യാർത്ഥികളുടെ ഫാമിലിക്ക് വേണ്ടി 2.5 million dirhams ഡോക്ടർ വൈലിൽ ഒരു സഹായ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ ഫാമിലിയുടെ ദുഃഖത്തിൽ അവർ TV 24/7 ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇത്തരമൊരു സഹായ ഹസ്തം നൽകിയ ഡോക്ടർ വൈലിനെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് റെമിറ്റൻസ് സെറ്റ് ടു റൈസ് ആസ് ഇന്ത്യൻ റുപ്പീസ് ഡിപ്സ് ആണ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു വീണ്ടും അല്പം താഴ്ന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വിലക്കയറ്റവും അതുപോലെ തന്നെ നാണയപ്പെരുപ്പം ഒക്കെ ഉണ്ടാവുമെങ്കിലും പ്രവാസികളായ മലയാളികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ചും ലോണും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പൈസ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 23.50 ആണ് ഒരു ദറംസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് വൺ ഓഫ് ദ ലോവസ്റ്റ് റേറ്റ് ഫോർ ദ റീസൺ. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. 23.50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദറംസിന് കിട്ടും. അതുകൊണ്ട് തന്നെ ക്യാഷ് ഉള്ളവരിലൊക്കെ തന്നെ അനാവശ്യമായ എക്സ്പെൻസുകളൊന്നും വരുത്താതെ കഴിവതും നിങ്ങളുടെ എല്ലാ കമ്മിറ്റ്മെൻറ്റ്സുകളും പൂർത്തീകരിക്കാനുള്ള ഒരു നല്ല അവസരം ഉപയോഗപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ന്യൂസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. UAE പ്ലാൻസ് യോഗ ഡേ ഇവൻറ്റ്സ് അറ്റ് 37 ലൊക്കേഷൻസ്. ഇന്ന് ലോകം മുഴുവൻ യോഗ ദിനം ആയി ആചരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു യോഗ ഒരു ഗ്ലോബലൈസ് ചെയ്തതിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെയധികം അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ടുഡേ ഈസ് ദ ഡേ ഫോർ ദ യോഗ ആണെങ്കിൽ തന്നെയും നമ്മുടെ ടെൻഷനും നമ്മുടെ മറ്റു മാനസിക സമ്മർദ്ദങ്ങളും ഫിസിക്കൽ ഫിറ്റ്നസ്സിനും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഒക്കെ തന്നെ ഒരു റൊട്ടീനായിട്ടുള്ള യോഗ പ്രാക്ടീസ് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ പാരൻസും കുട്ടികളും ഒക്കെ തന്നെ യോഗ പരിശീലനം ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിലൂടെയും ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടൊക്കെ തന്നെ എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കുട്ടികൾക്ക് യോഗ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അവരുടെ പഠിത്തത്തിനും വിദ്യാഭ്യാസത്തിനും കോൺസെൻട്രേഷനും ഒരു മെൻ്റൽ ഫിറ്റ്നസ്സിനും ഒക്കെ തന്നെ മറ്റേതൊരു എക്സസൈസിനേക്കാളും യോഗ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ദാറ്റ് ദ പീപ്പിൾ ക്യാൻ ഫോളോ. മറ്റൊരു പ്രേക്ഷകർക്ക് വളരെ പ്രയോജനപ്രദപ്പെട്ട ഒരു വാർത്തയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഗൾഫ് ന്യൂസിൽ June 16 വന്നൊരു വാർത്തയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, June 16 ഒരു വാർത്തയാണ്. എങ്കിലും അതിൻ്റെ സാധ്യത നിങ്ങൾ വിലയിരുത്തുക. മലബാർ കട്ട്സ് മേക്കിംഗ് ചാർജസ് ഫോർ ന്യൂ റേഞ്ച്. അപ്പം ബാംഗിൾസിനും ചെയിൻസിനും ഒക്കെ തന്നെ 1.99% അവർ വളരെ ഓഫറുകൾ കസ്റ്റമേഴ്സിന് നൽകിയിട്ടുണ്ട്. അത് June 16 വന്നൊരു ന്യൂസാണ്. പ്രത്യേകിച്ചും സ്വർണ്ണത്തിൽ വളരെയധികം താല്പര്യമുള്ളത് മലയാളികൾ വളരെയധികം താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവസരം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഗൾഫ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നു മാത്രം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വിസാസ് റിസ്യൂംസ് ഇൻ US കുട്ടികൾക്കുള്ള വിസയിൽ കാലതാമസം നേരിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സെല്ലാം തന്നെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ബട്ട് ഗവൺമെൻറ് ഡിമാൻഡ്സ് ആക്സസ് ടു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. അതിലൂടെ നിങ്ങൾക്ക് നമ്മളുടെ കുട്ടികൾ വിദേശത്ത് അമേരിക്കയിലും ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്സസിലൂടെ തന്നെ അതിൻ്റെ അക്കൗണ്ട്സുകൾ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ US വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വാർത്ത മറ്റുള്ളവരുമായിട്ടും ഷെയർ ചെയ്യുക. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവർ TV 24/7 ഈ വാർത്താ അവലോകനം ഇവിടെ അവസാനിക്കുകയാണ്. ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.